കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഡൽഹിയിൽ നടക്കുന്ന ഡൽഹി ചലോ മാർച്ചിന് കേരളത്തിൽ നിന്നുള്ള സമര വളണ്ടിയർമാർക്ക് പോകുന്നതിനായി അനുവദിച്ച പ്രത്യേക ട്രെയിൻ റദ്ദ് ചെയ്ത കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് സിപിഐയുടെ നേതൃത്വത്തിൽ വടകര റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ഡൽഹി ചലോ മാർച്ചിൽ പങ്കെടുക്കാനായി കേരളത്തിൽ നിന്നുള്ള സമര വളണ്ടിയർമാർക്ക് പോകുന്നതിനായി അനുവദിച്ച പ്രത്യേക ട്രെയിൻ റദ്ദ് ചെയ്ത കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് സിപിഐ വടകര റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ബദ്ലാവ് സരൂരി ഹേ എന്ന മുദ്രാവാക്യമുയർത്തി സെപ്റ്റംബർ 1 നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാനായി മുൻകൂട്ടി പണമടച്ച് ട്രെയിൻ ബുക്ക് ചെയ്തത്. ഇത് റദ്ദ് ചെയ്തത് കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയ പ്രേരിത തീരുമാനമാണെന്ന് സിപിഐ കുറ്റപ്പെടുത്തി. മാർച്ച് സംസ്ഥാന കൌൺസിൽ അംഗം ഇ.കെ. വിജയൻ ഉദ്ഘാടനം ചെയ്തു. മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ ഒരു പ്രത്യേക വണ്ടികൾ ബുക്ക് ചെയ്തു പോകുന്നതായിരിക്കും ഉചിതം എന്നതിന്റെ അടിസ്ഥാനത്തിൽ പൊതുവെ അങ്ങനെ കൊടുക്കാറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് റെയിൽവേ ബോർഡിന് കത്ത് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവർ അനുമതി നൽകിയത്. അനുമതി നൽകി അഡ്വാൻസായി 9 ലക്ഷം നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ 10 ലക്ഷം കൊടുത്തു. ആ 10 ലക്ഷമാണ് പൊടുന്നനെ മറ്റ് വിവരങ്ങളൊന്നും അറിയിക്കാതെ റെയിൽവേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാർട്ടി അക്കൗണ്ടിലേക്ക് തിരിച്ചു തന്നിട്ടുള്ളത്. സമരത്തെ ഭയപ്പെടുന്നു, ഇന്ത്യൻ പാർലമെന്റിനെ ഭയപ്പെടുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ പാർലമെന്റിനെ അഭിമുഖീകരിക്കാൻ തയ്യാറാവുന്നില്ല. കേരളം ഉൾപ്പെടെ, കർണാടക ഉൾപ്പെടെ, തമിഴ്നാട് ഉൾപ്പെടെ, ആന്ധ്ര ഉൾപ്പെടെ, തെലങ്കാന ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും ബുക്ക് ചെയ്ത തീവണ്ടികളെല്ലാം അവർ ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ മർദ്ദിച്ചൊതുക്കി അല്ലെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ സമരങ്ങൾ ഇല്ലാതാകുമോ? നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിലേക്ക് ഇന്ത്യ മാറിയത് എങ്ങനെയാണ്? ഐതിഹാസികമായ പോരാട്ടങ്ങൾ നമ്മുടെ പഴയ തലമുറ ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയതിന്റെ ഭാഗമല്ലേ? അതിന്റെ ഭാഗമായ എന്തെല്ലാം സമരങ്ങൾ ഇന്ത്യ രാജ്യം നേരിട്ടിട്ടുണ്ട്. അങ്ങനെ അന്ന് ബ്രിട്ടീഷ് മേൽക്കോയ്മയെ ഇല്ലാതാക്കാനുള്ള പരിശ്രമത്തിൽ ആബാലവൃദ്ധം ജനങ്ങൾ അണിനിരന്നുകൊണ്ടാണ് നമുക്ക് ഇത്ര വലിയ രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന നില വന്നത്. എല്ലാ മനുഷ്യരും ഒരുമിച്ച് നിന്നുകൊണ്ട് അന്ന് ഇന്ത്യൻ പട്ടാളവും പോലും ആ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് അണിനിരന്നു എന്ന വസ്തുതയുണ്ട്. റെയിൽവേ തൊഴിലാളി നടത്തിയ ഐതിഹാസികമായ സമരങ്ങളുണ്ട്. വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ പോലീസ് സേന സമരത്തോടൊപ്പം അണിനിരുന്ന സാഹചര്യങ്ങളുണ്ട്. ആ നിലയിലേക്ക് ഇന്ത്യ മാറുകയാണ്. ഒരു പുതിയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആഗ്രഹങ്ങളാണ്, താല്പര്യങ്ങളാണ് ഈ പ്രക്ഷോഭങ്ങൾ അണിനിരക്കുന്നത്. ഒരു മാറ്റം അനിവാര്യമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാജ്യത്ത് വിവിധങ്ങളായ മേഖലകൾ ആളുകൾ ഈ പ്രക്ഷോഭണ രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. എത്ര ധിക്കാരപരമായ നിലയാണ് സ്വീകരിക്കുന്നത്. ഒരു ജനപ്രതിനിധി, അത് നിയമസഭയിലാകാം പാർലമെന്റിലാകാം, തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളോട് അവർക്ക് ബാധ്യതയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ക്യാബിനറ്റ് രൂപീകരിച്ചാൽ ഇന്ത്യയെ ഒന്നായി കണ്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമം നടത്തണം. അവർ പൂജാരികളായി മാറിക്കൊണ്ട് ദേവാലയങ്ങൾ നടത്തുന്ന നിലയിലേക്ക് മാറാൻ പാടില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീരാമക്ഷേത്രത്തിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയത്. ഇപ്പൊ അവിടുത്തെ സ്ഥിതി എന്താണ്? അതിനുവേണ്ടി ഉണ്ടാക്കിയ കാശ്, അവിടെ വരുന്ന പൈസ മുഴുവൻ തന്നെ നടത്തി അതിന്റെ നേതൃത്വം കൊടുത്തത് മോഡിയാണ്. അപ്പൊ അവിടെ അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നു. മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ എല്ലാ കാലത്തും ഭരണകൂടങ്ങൾ ചെയ്യുന്ന ഒരു നിലയാണത്. രാജ്യത്ത് വലിയ പ്രക്ഷോഭണങ്ങൾ അണിനിരന്നു വരുമ്പോൾ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, മറ്റിതര പ്രശ്നങ്ങളുടെ പേരിൽ മനുഷ്യരെ അകറ്റി നിർത്താനുള്ള ശ്രമം നടത്തുമ്പോൾ ഇത് നാടിന് വേണ്ടിയാണ്, നാട്ടാർക്ക് വേണ്ടിയാണ്, ഇവിടെ പിറന്ന മനുഷ്യ സമൂഹത്തിന് വേണ്ടിയാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ ഉണരും, ആ പ്രക്ഷോഭങ്ങളിലേക്ക് അണിനിരക്കും. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ
ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.